ശ്രീ പത്മനാഭൻ പറയും. ഞാനിത്രേ പറയുന്നുള്ളൂ. നമ്മളിപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ലല്ലോ, ആരോപണം ഉന്നയിക്കുന്നതല്ല. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2019-20 കാലഘട്ടത്തിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഔട്ടായി. ആരൗട്ടാക്കി? അതെങ്ങനെയോ അത് പുറത്തു വന്നു. അതാണ് ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലെ ചർച്ച. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത്, അതിൽ 2 ടൺ ഭാരമുള്ള ചെമ്പ് ഭക്തൻ കൊടുത്തത്, ഭക്തൻ പറയുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട്, പാലക്കാട്ടുകാരനാ, അവിടെ അത് കാണുന്നില്ല. ഇത് പറയുന്നത് ഞങ്ങളല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരല്ല. ഇത് പറയുന്നത് ഇവിടുത്തെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സ്വന്തം ഓഡിറ്ററാണ്. ദി ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗുരുവായൂർ ദേവസ്വം, നോട്ട് ബൈ എസ്. ഇവിടുത്തെ പത്രക്കാരോ രാഷ്ട്രീയക്കാരോ പ്രതിപക്ഷമോ നിയമിച്ച ഓഡിറ്ററല്ല. ഗുരുവായൂർ ദേവസ്വം അപ്പോയിന്റ് ചെയ്ത ഓഡിറ്റർ പറയുന്നു 2 ടൺ ഭാരമുള്ള ഈ ചെമ്പ് കാണുന്നില്ല, എന്ത് ചെയ്യും? അത് അവിടെ കാണുന്നില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. കൊണ്ടുപോയ സ്വർണ്ണ ഉരുപ്പിടി പുറത്തേക്ക് കൊണ്ടുപോയ സ്വർണ്ണ ഉരുപ്പിടി തിരിച്ചു വരുമ്പോൾ വെള്ളിയായി എന്ന് പറയുന്നു. ആ കിരീടത്തെ സംബന്ധിച്ച് പറയുന്നു. ഇത് ആരാണ്? മഞ്ചാടിക്കുരു കാണും. മഞ്ചാടിക്കുരു ഞാനൊക്കെ എൻ്റെ 5-6 വയസ്സുള്ള സമയത്ത് അവിടെ ഉമ്മർത്ത് വാരിയിട്ടുണ്ട്. ആ മഞ്ചാടിക്കുരു കാണുന്നില്ല എന്ന് ഇത് ആര് പറയുന്നു? ഓഡിറ്റർ അപ്പോയിൻറ്റഡ് ബൈ ദി ഗുരുവായൂർ ദേവസ്വം. അതിന് നമ്മളോട് ചൂടായിട്ട് കാര്യമുണ്ടോ? ഇത് നല്ല ഇതിപ്പോൾ ശബരിമലയിലെ അതേ വർത്താനാണ്. കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി. ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? ഞങ്ങൾക്ക് അറിയേണ്ടത് അതാ. അയാൾ പന്തളം രാജകുടുംബത്തിലെ അംഗമാണോ? അല്ല. തന്ത്രി കുടുംബത്തിലെ അംഗമാണോ? അല്ല. ദേവസ്വം ബോർഡ് മെമ്പറാണോ? അല്ല. ദേവസ്വം ഉദ്യോഗസ്ഥനാണോ? അല്ല. പോട്ടെ, ഒരു കോടീശ്വരനായ ബിസിനസ്സുകാരനാണോ? ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ശേഷിയില്ല. അതുമല്ല, പറയത്തക്ക വരുമാനമൊന്നുമില്ലാത്ത ഒരാൾ നിങ്ങൾ എങ്ങനെ ഇത് ചാക്കിലെടുത്തു കൊടുത്തു? ഇതാണ് ചോദ്യം. ഞാൻ ബാലുശ്ശേരിയിൽ നിന്നാണ്. ഇവിടുത്തെ കോട്ടയിൽ 20 പവന്റെ മാല 2.5 കൊല്ലം മുന്നേ എക്സിക്യൂട്ടീവ് ഓഫീസർ എടുത്തോണ്ട് പോയി. അയാളെ കാണുന്നില്ല. ഇപ്പോൾ അയാൾ മുങ്ങി. പോലീസ് അന്വേഷണം നടക്കുകയാണ്. 2.5 കൊല്ലം നിലവിലുള്ള ഉദ്യോഗസ്ഥന്മാർ മിണ്ടിയില്ല. ഞങ്ങൾ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയിട്ടാണ് പരാതി കൊടുപ്പിച്ചത്. ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയത് എന്തിനറിയോ? പരാതി കൊടുപ്പിക്കാൻ ഭക്തജനങ്ങൾ എക്സിക്യൂട്ടീവ് ഓഫീസിൽ പോയി ബഹളം ഉണ്ടാക്കി. എന്നിട്ടാണ് പരാതി കൊടുത്തത്. ഇതാണ് പ്രശ്നം. നിങ്ങളിപ്പോൾ നമ്മളെ മെക്കെട്ട് കയറണ്ട. ഇതൊക്കെ സംഭവിച്ചു എന്ന് വിളിച്ചു പറയുന്നത് ആരാണ്? ശബരിമല വിഷയത്തിൽ കോടതിയാണ്. ബാലുശ്ശേരി പോലീസ് പറയുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറെ കാണുന്നില്ല, 2.5 കൊല്ലം മുന്നേ എടുത്തോണ്ട് പോയി എന്ന്. ഇവിടെ ഗുരുവായൂർ ദേവസ്വം സ്വന്തം അപ്പോയിന്റ് ചെയ്ത ഓഡിറ്റർ പറയുന്നു ക്രമക്കേടുകളുടെ ലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവരോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമല്ല. ഇത് പറയുന്നത് മറ്റുള്ളവരല്ല. മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഈ പ്രതിപക്ഷവും ഇവിടുത്തെ പത്രക്കാരും അറിയുന്നത് അവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകളിലൂടെയാണ്. അതിന് മറ്റുള്ളവരെ നിങ്ങൾ അവരോട് ദേഷ്യം പിടിച്ചിട്ട് കേൾക്കുന്നവരോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. ഇത് ഓരോന്ന് കാട്ടിക്കൂട്ടിയവരെ കണ്ടെത്താനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ ഭരണത്തിലിരിക്കുന്ന അടക്കമുള്ള ആളുകളെ കയ്യവം വെക്കാനും സാധിക്കുമോ? ഇത്രയുള്ളൂ ചോദ്യം. ശ്രീ സതീഷ്.